ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതോടെ പ്രതിസന്ധിയിലായി 108 കനിവ് ആംബുലൻസ് ഡ്രൈവർമാർ. 80 കോടി രൂപയിലേറെ തുകയാണ് പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി കരാർ കമ്പനിക്ക് ലഭിക്കാനുള്ളത്. NHMൽ നിന്നുള്ള തുക കുടിശ്ശികയായാൽ അത് പദ്ധതിയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. സംസ്ഥാന സർക്കാരിന്റെ 60% ഫണ്ടും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ 40% ഫണ്ടിലുമാണ് സംസ്ഥാനത്തെ കനിവ് 108 ആംബുലൻസ് പദ്ധതിയുടെ പ്രവർത്തനം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും സംസ്ഥാന സർക്കാർ വിഹിതം കൃത്യമായി ലഭിച്ചെങ്കിലും ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ നിന്ന് ലഭിക്കാനുള്ള 15 കോടിയിലേറെ രൂപ പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ലഭിച്ചിരുന്നില്ല. നടപ്പ് സാമ്പത്തിക വർഷത്തിലും ഇതേ സ്ഥിതിയാണ്. ഫണ്ട് അപര്യാപ്തത കാരണം കഴിഞ്ഞ മാസവും 108 ആംബുലൻസ് ജീവനക്കാരുടെ ശമ്പളം ലഭിക്കാൻ വൈകിയിരുന്നു. കുടിശ്ശികയായ തുക ലഭിച്ചില്ലെങ്കിൽ ജൂൺ മാസത്തെ ശമ്പളം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനിയെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഈ മാസം ഇന്ന് 8-ാം തീയതിയായി, ഞങ്ങൾക്ക് ശമ്പളം ഇന്നുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHMൽ നിന്ന് ഫണ്ട് അവർക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാസവും ശമ്പളം വൈകിയാണ് ഞങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ മാസവും. ഇതിനൊക്കെ ഒരു പോംവഴി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊരു അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. 50 കോടിയിലേറെ രൂപയാണ് ഓരോ സാമ്പത്തിക വർഷവും NHM കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നൽകുന്ന വിഹിതം. NHMൽ നിന്നുള്ള തുക കുടിശ്ശികയായാൽ അത് പദ്ധതിയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.